ഒന്നാം സ്ഥാനത്തെത്താൻ മത്സരമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ. അത് നമ്മൾ കാണുന്ന കാലം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ട്രംപ് തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് ചൈന ആദ്യമൊന്നും അതായത് ചൈന ചോദിക്കുന്നുണ്ട്, ഇത് വേണോ, നമ്മൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യം വേണോ എന്നുള്ള രീതിയിലുള്ള നിലപാട് എടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഞാൻ ചുമത്തും, ഇറക്കുമതി തീരുവ വേണം എന്ന് തന്നെ കടുംപിടുത്തമായിരുന്നു. അന്നേരം ചൈന ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ, ചില കാര്യങ്ങൾ ഞങ്ങളിനി അങ്ങ് നിങ്ങൾക്ക് തരുന്നില്ല എന്ന് തീരുമാനിച്ചു. അതോടുകൂടി ആ കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങൾ തീരുമാനിച്ചതോടുകൂടി തന്നെ അമേരിക്കയുടെ വളർച്ച മുരടിച്ചു. ഇനി അമേരിക്ക നിശേഷമില്ലാതെയാകും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് കാര്യങ്ങൾ? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. അമേരിക്കയുടെ ആയുധ വിപണി കൊണ്ടാണ് അമേരിക്കയുടെ സാമ്പത്തിക രംഗം തന്നെ പിടിച്ചു നിൽക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മേഖലയെ തകർക്കാൻ പോകുന്ന കാര്യങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ധാതു നിക്ഷേപങ്ങളെല്ലാം തന്നെ ചൈനയുടെ കൈവശമാണ് ലോകത്തെമ്പാടുമുള്ള. അത് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള പല ധാതു ഖനികളും ഈ പറയുന്ന റെയർ എർത്ത്സും എല്ലാം തന്നെ ഇവരുടെ കയ്യിലെ മൂലകങ്ങൾ, പ്രധാനപ്പെട്ട മൂലകങ്ങൾ. നമുക്കറിയാം, രസതന്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതെല്ലാം തന്നെ എല്ലാം രസതന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാം കെമിസ്ട്രിയാണ്. എല്ലാത്തിലും ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളിലും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ പറയുന്ന നമ്മുടെ ശരീരം തന്നെ ഒരു ലബോറട്ടറി ആണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് ഈ ആസിഡ് ഉണ്ട്, ആ രാസവസ്തു ഉണ്ട്, ഈ രാസവസ്തു ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കെമിക്കലുകളെല്ലാം ചേർന്നിട്ടാണ് മനുഷ്യൻ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന റെയർ എർത്ത്സ്, ഈ പറയുന്ന ധാതുക്കൾ, മൂലകങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചൈന കളിക്കുന്നതും. അതായത് അമേരിക്കയുടെ ഈ പറയുന്ന ആയുധ വിപണി തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ ധാതുക്കളിലാണ്. ഈ ധാതുക്കൾ ലഭിക്കാതെ ആയിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും തന്നെ, മിസൈലുകൾ പോലും നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ, ടാങ്കുകൾ തുടങ്ങിയ ഒന്നിലേക്കും ആവശ്യമായ മൂലകങ്ങൾ ചൈന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി അമേരിക്കൻ ആയുധ വിപണിക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഖനനം, ഇത് സമ്പുഷ്ടീകരിക്കുക, അതിൻ്റെ രാസമാറ്റം, അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയൊക്കെ ശരിയായിട്ട് ഈ മൂലകത്തിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ജോലിയും ചൈനയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് ഈ പറയുന്ന രാസവസ്തുവായിട്ട്, ഈ മൂലകമായിട്ട് ഇതിനെ ഈ മറ്റ് കമ്പനികൾക്ക് ഇല്ലെങ്കിൽ ആയുധ നിർമ്മാണശാലകൾക്ക് കൈമാറാണ് പതിവ്. പക്ഷേ ഇത് ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രണം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനവും ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഗാലിയം, ജർമേനിയം പോലുള്ള മൂലകങ്ങളാണ് അപൂർവ ധാതുക്കളിൽ പ്രധാനമായിട്ടും ചൈനയുടെ അപ്രമാദിത്വത്തിലുള്ളത് എന്നുള്ളതാണ്. US ഡ്രോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിന് ഇത്തരം ധാതുക്കളും മൂലകങ്ങൾക്കുമായിട്ട് ആശ്രയിക്കുന്നത് ചൈനീസ് കമ്പനികളെയാണ്. എന്നാൽ അടുത്തിടെ തൻ്റെ ഷിപ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം കമ്പനികളിൽ നിന്ന് ഉയരാൻ തുടങ്ങിയെന്നാണ് പ്രധാനമായും പ്രത്യക്ഷത്തിലുള്ള മാറ്റം. ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ കൈമാറാത്ത കമ്പനികൾക്കുള്ള വിതരണം ചൈനീസ് കമ്പനികൾ ഇതോടെ നിർത്തിവെച്ചു എന്ന് പറയപ്പെടുന്നു. ഇതോടെ US കമ്പനികൾ പ്രതിസന്ധിയിലായി എന്ന് പറയുന്നുണ്ട്. ചൈന പിടിമുറക്കുന്ന അപൂർവ ധാതുക്കളും ഇതിലേറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഗാലിയം ആധുനിക റഡാറുകളുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഗാലിയം എന്ന് പറയുന്നത്. ജർമേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വിഷൻ ഉപയോഗിക്കുന്ന, ഈ പറയുന്ന നൈറ്റ് വിഷൻ ക്യാമറകളിലും അതുപോലുള്ള ഗ്ലാസ്സുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജർമേനിയം എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിച്ചാണ് ചെയ്യുന്ന ആ മൂലകമാണ്. ആൻറ്റിമണി എന്ന മൂലകമാണ് ടാങ്കുകളുടെ പുറം ചട്ട തുരന്ന് അകത്തേക്ക് പോകാനായിട്ട് ആയുധങ്ങളെ സഹായിക്കുന്ന ഒരു ധാതു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഓരോ ആയുധങ്ങളുടെയും ഇല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെയും എല്ലാം തന്നെ നിർമ്മാണത്തിന്, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാം ഈ ധാതുക്കൾ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ആയുധ വിപണി എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. നിമോഡിയം, സമേറിയം തുടങ്ങിയ അപൂർവ ധാതുക്കളാണ് ഈ മിസൈലുകളുടെ, യുദ്ധവിമാനങ്ങളുടെയൊക്കെ ഗതി നിർണ്ണയത്തിന് സഹായിക്കുന്നത് എന്നുള്ളതാണ്. US F-35 യുദ്ധവിമാനത്തിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളിൽ നിന്നുള്ള രാസവസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നതാണ് ഈ ആയുധങ്ങൾ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ ആയുധങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നത് പ്രവർത്തനം നിലയ്ക്കും. നമുക്കറിയാം, നമ്മുടെ മിഗ് വിമാനങ്ങളൊക്കെ കാലക്രമത്തിൽ ഉപയോഗശൂന്യമായിട്ട് മാറി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അതിനെ പിൻവലിക്കുകയാണ്. നമുക്ക് വലിയ സ്ക്വാഡ്രനുകളുടെ ഇടിവുകൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും നമ്മൾ അതിനെയും പറക്കുന്ന ശബ്ദപ്പെട്ടി എന്നറിയപ്പെട്ട വിമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ നിർത്തലാക്കുക, ഉപയോഗത്തിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്യുകയാണ്.
അതിന് പകരം നമ്മൾക്ക് മറ്റ് യുദ്ധവിമാനങ്ങൾ വരും. അപ്പോൾ ഈ പറയുന്ന റയറക്സ് അമേരിക്കയ്ക്ക് കിട്ടിയില്ലെങ്കിൽ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ ഷെഡിൽ കയറ്റേണ്ടി വരുമെന്നുള്ളതാണ്. ഇവിടെ ഒന്ന് തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയ സാധനമാണ്. അപ്പോൾ ഡസ്പ്രോസിയം, ടെർബിയം എന്നിവ യുദ്ധവിമാനങ്ങളുടെ ജെറ്റ് എഞ്ചിനുകൾ അമിതമായി ചൂടാകാതെ നിലനിർത്തുന്ന, അതായത് വലിയ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ, നമുക്കറിയാമല്ലോ ഈ പറയുന്ന ശബ്ദത്തേക്കാൾ വേഗതയിലാണ് 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർസോണിക് വിമാനങ്ങളുടെയൊക്കെ ഈ വേഗത എത്രയാണെന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ. അപ്പോൾ അത്രയും വേഗത്തിൽ പോകാനായിട്ട് അത്രത്തോളം ഉയർന്ന രീതിയിൽ ജ്വലിക്കേണ്ടതുണ്ട് അതിൻ്റെ എഞ്ചിനുകൾ. അങ്ങനെ ജ്വലിക്കുമ്പോൾ താപത്തെ അതിജീവിക്കുന്ന ലോഹ സംയുക്തങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇത്തരം ഡസ്പ്രോസിയവും ടെർബിയവും പോലുള്ള രാസവസ്തുക്കൾ വേണ്ടിവരും, ഈ പറയുന്ന മൂലകങ്ങൾ വേണ്ടിവരും. അതുപോലെ തന്നെ ഗാദലീനിയം എന്ന് പറയുന്ന ഒരു മൂലകമാണ് യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയൊക്കെ ഗതി നിർണ്ണയിക്കുന്ന സോണാർ നിരീക്ഷണ ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ മേഖലകളിലും, ഇപ്പോൾ സമുദ്ര മേഖലകളിലുള്ള ആയുധങ്ങൾക്കും ഈ പറയുന്ന കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും എല്ലാം വേണ്ടി വരുന്നു. കരയിലുള്ള ടാങ്കുകൾക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് വേണ്ടി വരുന്നു. ഈ പറയുന്ന വിമാനങ്ങൾക്കും മിസൈലുകൾക്കും എല്ലാം തന്നെ ഈ മൂലകങ്ങൾ വേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള തകർച്ച ഈ ആയുധ വിപണിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഇവയ്ക്കൊന്നും പകരം വയ്ക്കാനായിട്ട് മറ്റു മൂലകങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഒരു മൂലകം എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇതിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പകരം വയ്ക്കാനാവുന്ന മറ്റൊന്നും ഇതുവരെ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന മൂലകങ്ങൾ കൂടുതലായും ഖനനം ചെയ്തെടുക്കുക മാത്രമല്ല, അത് ആഗോളതലത്തിൽ സംസ്കരിച്ച് വിതരണം ചെയ്യുന്നതും ചൈനീസ് കമ്പനികളും ചൈനീസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇതിൽ നിർണായക ശക്തിയാണ്. ഈ പറയുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾക്ക് പോലും ആഗോള വിപണിയിൽ ഇതിനെ എത്തിക്കണമെങ്കിൽ ചൈനയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് US-ൻ്റെ സുരക്ഷയും സൈനിക ശക്തിയും ഒക്കെ വെറും മിഥ്യയാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധ ശൃംഖലയുടെ ഈ പറയുന്ന US-ൻ്റെ പ്രതിരോധ വിതരണ ശൃംഖല അവരുടെ നിയന്ത്രണത്തിലേ അല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. 80,000 ഘടകങ്ങൾ ഇപ്പോൾ ചൈനീസ് നിയന്ത്രണത്തിൻ്റെ ഭീഷണി നേരിട്ട് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇത്തരം മൂലകങ്ങളുടെ സംസ്കരണത്തിലും വിതരണത്തിലും പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ചൈന. ഈ ആനുകൂല്യം അവർ പരമാവധി മുതലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചൈന മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ജയിക്കാൻ കഴിയാത്ത അടി കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന ചുങ്കത്തിൻ്റെ വടംവലിയൊക്കെ നടന്നല്ലോ, ഈ തീരുവ കൂട്ടണം വർദ്ധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന കരുത്ത് ചൈന കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന ചൈനയുടെ ഇത്തരം കമ്പനികളെ വെറുപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ചൈനയുടെ നിയന്ത്രണത്തെ അതിക്രമിച്ചുകൊണ്ട് ഈ പറയുന്ന US-ന് മുന്നോട്ട് പോകാനാകില്ല. ഇത് വലിയ ഭീഷണിയാണ് വിലയിരുത്തുന്നത്. ചൈന എന്ന് പറയുന്നത് ഒരു ആഗോള ശക്തിയായി, ഇല്ലെങ്കിൽ അവരുടെ ഇന്റേണലി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് പോകാൻ കഴിയുന്ന വലിയ കരുത്തായിട്ട് ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവാണ്, ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ വന്നത്.